Hi friends, welcome back to our channel. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന ഒരു സിമ്പിൾ ബ്യൂട്ടി ടിപ്പ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് സൗമ്യ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിന്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തേക്കുക കേട്ടോ. നമ്മളെല്ലാവരും തന്നെ സൗന്ദര്യ സംരക്ഷണം അല്ലെങ്കിൽ മുഖ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണല്ലേ. എല്ലാവരും തന്നെ അത് എനിക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ മുഖ സംരക്ഷണം പോലെ തന്നെ പാദങ്ങൾക്കും അത്ര ഒരു കെയർ നമ്മൾ ആരെങ്കിലും കൊടുക്കാറുണ്ടോ? ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഞാൻ കൊടുക്കുന്നത് വളരെ കുറവാണ്. നമ്മുടെ മുഖത്തിന് കൊടുക്കുന്നതിനെ വെച്ച് നോക്കുമ്പോൾ കാലിന് അത്രയും ഒരു കെയർ കൊടുക്കുന്നത് വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ മന്ത്ലി ഒന്ന് പെഡിക്യൂർ ചെയ്യാറുണ്ട്, പക്ഷെ 2 വീക്സ് കൂടുമ്പോഴോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. മസ്റ്റായിട്ട് നമ്മൾ മന്ത്ലി വൺസ് ചെയ്തിരിക്കണം. അതിന് ബ്യൂട്ടി പാർലറിൽ പോകണമെന്നൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും തന്നെ ഈ കൊറോണ ഒക്കെ കാരണം എല്ലാവരും അവരുടെ വീട്ടിൽ തന്നെയാണ് എല്ലാ ബ്യൂട്ടി ടിപ്സും അല്ലെങ്കിൽ ബ്യൂട്ടി കെയർ ഒക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പെഡിക്യൂർ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് ഈസി ആയിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ നല്ല സൂപ്പറായിട്ട് ഈ ഒരു വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ വൃത്തിയായി സംരക്ഷിക്കാം. നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക, വളരെ ഈസിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ടാനൊക്കെ മാറി കാലിനൊരു ഗ്ലോ കിട്ടും. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു ചേച്ചിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ രഞ്ജു ചേച്ചി ഇതുപോലെ പെഡിക്യൂറിന്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരെണ്ണമാണ് ഞാൻ കണ്ടത്. അപ്പൊ എനിക്ക് ഈ ഒരു വീഡിയോ ആ ഒരു ടിപ്പ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല ഒരു അമേസിംഗ് റിസൾട്ട് കിട്ടി. സോ ഞാനത് കാണുമ്പോൾ കണ്ടിന്യൂ ചെയ്തു. ഇപ്രാവശ്യം ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൂടെ ഷെയർ ചെയ്യാൻ. വളരെ അടിപൊളിയായിട്ടുള്ള ഒന്നാണ്. രഞ്ജു ചേച്ചിയോട് വളരെയധികം താങ്ക്സ് ഉണ്ട്. അടിപൊളി സൂപ്പർ ടിപ്പായിരുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു ഇതിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ആഴ്ചയിൽ 2 ആഴ്ച കൊണ്ടൊന്നും എല്ലാവർക്കും സുഖമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ മന്ത്ലി വൺസ് എങ്കിലും നമ്മുടെ പെഡിക്യൂർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബ്യൂട്ടി പാർലർ ഒന്നും പോകേണ്ട കാര്യമില്ല. അപ്പൊ കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നത് നമുക്ക് നേരെ പോകാം. അപ്പോൾ പെഡിക്യൂർ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ പാദങ്ങൾ വൃത്തിയാക്കുന്നതിന് മുമ്പ് നമ്മുടെ പാദങ്ങളിലുള്ള ഇതുപോലെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അടിച്ചു മാറ്റി വെക്കണം. അല്ലെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം ഊരി മാറ്റി വെക്കുവാണ്. നിങ്ങൾക്കിപ്പോൾ കാല് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കാലിൻ്റെ ആ ഒരു പാദത്തിൽ ടാനൊക്കെ ഉണ്ട്. കണ്ടില്ലേ, കാലിൻ്റെ പാദത്തിൽ നല്ലതായിട്ട് ടാൻ അടിച്ചിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റി നമുക്ക് സൂപ്പറായിട്ട് ഈ ഒരു ടിപ്പ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നെയിൽ പെയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് റിമൂവ് ചെയ്യണം. കാരണം നമ്മുടെ നെയിൽസിൻ്റെ ഇടയിൽ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് അഴുക്കുകൾ കാണും. അപ്പോൾ അതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതുപോലെ നെയിൽ പോളിഷ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കാലുകൾക്ക് താങ്ങാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ ചെറു ചൂടുകളെടുത്താൽ മതി. അതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിയുക. ആ നാരങ്ങയുടെ തൊണ്ടും കൂടെ ഇടാം. പിന്നെ ഏതെങ്കിലും ഒരു ഷാമ്പു കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ ഉപ്പിടുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ എൻ്റെ വെള്ളം ഇച്ചിരി ചൂട് കൂടുതലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കൈ വെച്ചിളക്കാൻ പറ്റില്ല. കമ്പിട്ടിങ്ങനെ ഇളക്കുവാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് താങ്ങാൻ പറ്റുന്ന ചൂട് എടുക്കാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ കാലൊന്ന് മുക്കി കൊടുക്കാം. കുറച്ച് സമയം ഒരു 10 മിനിറ്റ് എങ്കിലും മിനിമം നമ്മൾ കാലത്തിലേക്ക് നന്നായിട്ട് മുക്കി വെച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കാലുള്ള അഴുക്കുകളൊക്കെ ഒന്ന് ഇളകി വരും. പ്രത്യേകിച്ച് കുറ്റിയുടെ ഭാഗത്ത് അവിടെയൊക്കെ നമ്മുടെ സ്കിന്ന് നല്ല ഹാർഡായിരിക്കും. അപ്പോൾ അതൊന്ന് ഇളകണേ സമയം. അപ്പോൾ നന്നായിട്ട് മുക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ മുക്കി വെച്ചു. 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് മുക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതിനുശേഷം കണ്ടില്ലേ, കാലം കുറച്ച് മുക്കി വെച്ചപ്പോൾ തന്നെ കാലിൻ്റെ ഒരു കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യുന്ന സാധനമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏത് ലേഡി സ്റ്റോർ ചോദിച്ചാലും കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് കുട്ടികളൊക്കെ ഒന്ന് മുകളിലേക്ക് കൊടുത്തതിന് ശേഷം നഖത്തിനിടയ്ക്ക് കുട്ടികളിടയ്ക്കൊക്കെ നമുക്ക് അഴുക്ക് കാണും. അതൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം. കാരണം നെയിൽ പെയിൻ്റ് ഒക്കെ ഇടുന്നതാണ് നമ്മൾ ചിലപ്പോൾ അഴുക്കാകുന്നത് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ നെയിൽ പെയിൻറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതുപോലെ അഴുക്കിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് എല്ലാ നഖത്തിൻ്റെയും നമുക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കാം. നിങ്ങൾ കണ്ടില്ലേ കാലിൻ്റെ താഴെ തന്നെ എത്ര അഴുക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് നന്നായിട്ട് എല്ലാ വിരലിൻ്റെയും നഖത്തിൻ്റെയും ഇങ്ങനെ ക്ലീൻ ചെയ്തു കേട്ടോ. ഇതും നമ്മുടെ ക്യൂട്ടിക്കിൾ കട്ടിയായിട്ടുള്ള ക്യൂട്ടിക്കിളൊക്കെ ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റാവുന്ന
തരത്തിലുള്ള ഒരു പെഡിക്യൂറിൻ്റെ ടൂളാണ് കേട്ടോ. അപ്പോൾ ഇതും സെപ്പറേറ്റ് നമുക്ക് ലേഡീസ് സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മുടെ ആ സ്കിന്നൊക്കെ കുറച്ച് ഹാർഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ സ്കിന്ന് വരില്ല. അപ്പം അതൊക്കെ ഇടയ്ക്ക് റിമൂവ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒന്നുകൂടെ കുറച്ച് നേരം കൂടെ ഈ ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് നോക്കി വെക്കുവാണ്. കുറച്ചുകൂടെ നമ്മുടെ കാലുകളുടെ കുട്ടികളൊക്കെ റിമൂവ് ആയാലും ഇനി കുറച്ചുകൂടി ഒന്ന് ഹാർഡ് സ്കിൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം കൂടെ നോക്കി വയ്ക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് നാരങ്ങയുടെ തൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ഇടില്ല. ആ തൊണ്ട് വെച്ചിട്ട് തന്നെ നഖമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങയിലുള്ള സിട്രിക് ആസിഡ് നമുക്ക് നഖത്തിൻ്റെ ചെളിയൊക്കെ നന്നായിട്ട് മാറ്റാനും അതുപോലെ നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം തന്നെ കണ്ടു എൻ്റെ കാല് നല്ല ക്ലീനായി. ഇനി നമുക്ക് ഇതുപോലെ കോൾഗേറ്റ്, ഇതാണ് നമ്മുടെ രഞ്ജി ചേച്ചിയുടെ സൂപ്പർ ടിപ്പ് എന്ന് ഞാൻ പറഞ്ഞ പേസ്റ്റ്. ഏതെങ്കിലും ഒരു പേസ്റ്റ് എടുക്കുക, അതിങ്ങനെ കാലിൻ്റെ ടാനുള്ള ഭാഗത്ത് നമുക്ക് തേച്ച് കൊടുക്കാം. ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ പക്ഷെ പാദത്തിന് മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഇതുപോലെ 2 കാലിൽ ഇത് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് രഞ്ജി ചേച്ചി ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. നമ്മുടെ കറിയിലൊക്കെ ഇടുന്ന ആ ഉപ്പാണ് ഇടുന്നത്. അപ്പോൾ ആ ഉപ്പ് ഇതിൻ്റെ കാലിൽ കോൾഗേറ്റിൻ്റെ പേസ്റ്റിൻ്റെ മുകളിൽ ഞാൻ തേച്ച് കൊടുക്കുകയാണ്. 2 കാലിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. നഖത്തേലും ഒക്കെ നമുക്ക് തേച്ച് വെക്കണം പേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് സ്ക്രബായി കഴുകുമ്പോൾ കിട്ടും. ഇനി ഇതുപോലെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തതിന് ശേഷം അത് നാരങ്ങ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസോടെ കൂട്ടി വേണം നമ്മൾ ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ട് സ്ക്രബ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. അപ്പോൾ ശരിക്കും നമ്മുടെ ആ ചൂടുവെള്ളത്തിൽ നമ്മുടെ ഹാർഡ് സ്കിന്നൊക്കെ ഒന്ന് ഇളകിയിരിക്കുമായിരിക്കും. എന്നാൽ കൂടി നമുക്ക് ഈ ഒരു സ്ക്രബ് ചെയ്യുമ്പോഴേക്കും പ്രത്യേകിച്ച് കോൾഗേറ്റ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് ടാൻ അങ്ങ് റിമൂവ് ആയി പോകും. വണ്ടർഫുൾ റിസൾട്ടാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്തതിന് ശേഷം ടൊമാറ്റോ വെച്ചിട്ടും അതായത് നമ്മൾ തക്കാളി വെച്ചിട്ടും ഒന്നുകൂടെ വേണം ചെയ്യാം. പക്ഷേ ഞാൻ തക്കാളി വെച്ച് ചെയ്തില്ല. അത് വെച്ച് തന്നെ ചെയ്തിട്ട് കൈ വെച്ച് ഒന്നുകൂടെ ഉരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. രഞ്ജി ചേച്ചി എനിക്കൊന്ന് തക്കാളി വെച്ചുകൂടെ ചെയ്തിട്ട് പിന്നെ ഇതുപോലെ നമ്മുടെ പെഡിക്യൂർ മിക്സ് സ്റ്റോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ കുട്ടിയുടെ ഭാഗം അവിടെയൊക്കെ ഹാർഡായിട്ടുള്ള സ്കിന്ന് കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ സ്റ്റോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, പിന്നെ ഒരു മെറ്റലിൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഒരു ചൂട് കഴിഞ്ഞ് ഹാർഡ് സ്കിൻ പോയി കിട്ടും. ഏകദേശം ഞാൻ നന്നായിട്ട് ഒഴിച്ചിട്ട് ആ സെയിം വെള്ളത്തിൽ തന്നെ കാൽ നന്നായിട്ടൊന്ന് കഴുകുകയാണ് കേട്ടോ. നന്നായിട്ട് അതിൽ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കഴിയുമ്പോഴേക്കും കണ്ടോ കാലിൻ്റെ മാറ്റം കണ്ടു. ഇനി നമുക്ക് പായ്ക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പായ്ക്ക് ഇത് എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പായ്ക്കാണ്. ഇതിൽ അരിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ചെറുപയറിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്തു. നമ്മുടെ മിക്സ് ചെയ്ത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. മിക്സ് ചെയ്തിരിക്കുന്നത് ഞാൻ തൈരിലാണ്. അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് പായ്ക്കായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രഞ്ജി ചേച്ചിയുടെ വീഡിയോയിൽ ചേച്ചി വേറൊരു എന്തോ ഒരു പായ്ക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പായ്ക്ക് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നു. അരിപ്പൊടിയും നല്ലൊരു സ്ക്രബ്ബറാണ്. അതുപോലെ പയർപ്പൊടിയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്ലോ തരുന്ന സാധനമാണ്. അപ്പോൾ ഇത് നല്ലൊരു ഗ്ലോ കിട്ടും. നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടുകയും ചെയ്യും. ഇടയ്ക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡ്രൈ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ ലുക്ക് തന്നെ മാറി. കണ്ടില്ലേ? അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാം. ഏതെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ഒരു പൊടി ഓയിലാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഓയിലാണ്. ഈ ഓയിലിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാം. അപ്പോൾ നമ്മൾ ശരിക്കും സ്ക്രബൊക്കെ ചെയ്ത് കാരണം നമ്മുടെ കാല് ഒരുപാട് ഹാർഡായിട്ടുണ്ട്. സോ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് മറക്കരുത്. കാലിന് അടിയിലും ആങ്കിളിലും ഒക്കെ നന്നായിട്ട് തന്നെ നല്ലൊരു മസാജിങ് കൊടുക്കുക. നെയിൽസിനൊക്കെ നന്നായിട്ടൊന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാലിന് നല്ലൊരു സുഖം കിട്ടുകയും ചെയ്യും. നല്ലൊരു ഫ്രഷ്നെസ്സും എന്താ ഒരു പ്രത്യേക ഒരു ഉന്മേഷം കിട്ടും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടിയിട്ടുണ്ട് കാലിന്. ഇനി നമുക്ക് നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ ഇടാം. എനിക്കിഷ്ടമുള്ള അംഗത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇഷ്ടമുള്ള നെയിൽ പോയിന്റ് നമുക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നൈറ്റിനാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സോക്സ് ഇട്ടിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് സോക്സ് ഇട്ട് ഉറങ്ങുകയാണ് രാവിലെ അതേ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും.
അപ്പം ഞാൻ കൂടുതൽ ഇതുപോലെ പെഡിക്യൂറും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന നൈറ്റിനാണ്. ഫൈനൽ റിസൾട്ട് കണ്ടില്ലേ, അടിപൊളിയല്ലേ. സോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത്. താങ്ക് യു.